2025 കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ കലാപങ്ങളുണ്ടായേക്കാം. മനുഷ്യൻ്റെ മാനസികാവസ്ഥ കൂടുതൽ മോശമായേക്കാം. പല നാട്ടിലും യുദ്ധങ്ങൾ സംഭവിച്ചേക്കാം. പലയിടങ്ങളിലും വിപ്ലവങ്ങൾ സംഭവിച്ചേക്കാം. ഒരുപാട് പകർച്ചവ്യാധികൾ പടർന്നേക്കാം. പ്ലെയിൻ ക്രാഷുകളുടെ എണ്ണം കൂടിയേക്കാം. പല സാറ്റലൈറ്റുകളുടെയും പ്രവർത്തനങ്ങൾ വളരെ മോശമായേക്കാം. ഒരു ജ്യോതിഷ പ്രവചനം കേൾക്കുന്ന പോലെ ഉണ്ടോ? ഇത് ജ്യോതിഷമല്ല, ഒരു വെസ്റ്റേൺ സയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് റഷ്യയിൽ ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം കണ്ടെത്തി. ജോസഫ് സ്റ്റാലിൻ ജീവിച്ചിരുന്ന സമയമായിരുന്നത്. സ്റ്റാലിൻ്റെ ശ്രദ്ധയിലും ഈ കണ്ടുപിടുത്തങ്ങൾ വന്നു. സ്റ്റാലിൻ സയൻറ്റിസ്റ്റിനോട് ഈ പഠനം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. സയൻറ്റിസ്റ്റ് അറിയാൻ തയ്യാറായിരുന്നില്ല. സ്റ്റാലിൻ ആ സയൻറ്റിസ്റ്റിനെ ജയിലിലടച്ചു. പറയുന്നത് സ്റ്റാലിൻ്റെ മരണശേഷം മാത്രമാണ് ആ ശാസ്ത്രജ്ഞന് പുറത്തു വരാൻ സാധിച്ചത് എന്നാണ്. അതുകൊണ്ട് തന്നെ ആ സയൻസ് പാതവഴിയിൽ നിന്നുപോയി. ആ ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചത് എന്താണ്? റഷ്യയിൽ 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സയൻറ്റിസ്റ്റും ബയോഫിസിസ്റ്റുമാണ് അലക്സാണ്ടർ ചിഷേവസ്കി. ഹീലിയോ ബയോളജി എന്ന ശാസ്ത്രം അദ്ദേഹമാണ് കണ്ടുപിടിക്കുന്നത്. അലക്സാണ്ടർ ചിഷേവസ്കി പറയുന്നു, മനുഷ്യൻ്റെ ജീവിതം സൂര്യനിലെ 11 വർഷം നീണ്ടു നിൽക്കുന്ന സോളാർ സൈക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന്. ഭൂമിയിൽ നടക്കുന്ന പല കാര്യങ്ങളും സൂര്യനാണ് തീരുമാനിക്കുന്നത് എന്ന്. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് സോളാർ സൈക്കിൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അലക്സാണ്ടർ ചിഷേവസ്കിക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ സോളാർ സൈക്കിൾ എന്ന പ്രതിഭാസം കണ്ടുപിടിക്കപ്പെട്ടിരുന്നു. നിങ്ങൾ വാട്ടർ സൈക്കിൾ എന്നത് കേട്ട് കാണും. ഭൂമിയിലെ വെള്ളത്തിൻ്റെ സൈക്കിളാണത്. ഭൂമിയിലെ വെള്ളം ആവിയായി ആകാശത്തേക്ക് പോകുന്നു. അവ മേഘങ്ങളായി മാറുന്നു. ഇവ സഞ്ചരിക്കുന്നു. പിന്നീട് മഞ്ഞായും മഴയായും തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ വരുന്നു. വീണ്ടും ഇതേ വെള്ളം ആവിയായി മുകളിലേക്ക് പോകുന്നു. ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് വാട്ടർ സൈക്കിൾ. നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് പ്രോസസ്സാണ് സൈക്കിൾ. ഭൂമിയിലെ വാട്ടർ സൈക്കിൾ പോലെ സൂര്യനിലും ഒരു സൈക്കിളുണ്ട്. അത് സോളാർ സൈക്കിളാണ്. സോളാർ സൈക്കിളിന് ദൈർഘ്യം 11 വർഷങ്ങളാണ്. സോളാർ സൈക്കിളിൽ പ്രധാനമായി സംഭവിക്കുന്ന ഒരു കാര്യം സൂര്യൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. പറയുന്നത് സൂര്യൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലിപ്പ് ചെയ്യുന്നു എന്നാണ്. അതായത് കാന്തിക വലയത്തിന് ഉത്തര ധ്രുവം ദക്ഷിണ ധ്രുവമായി മാറുന്നു, ദക്ഷിണ ധ്രുവം ഉത്തര ധ്രുവമായി മാറുന്നു. വേറെയും ചില കാര്യങ്ങൾ സോളാർ സൈക്കിളിൽ സംഭവിക്കാറുണ്ട്. അത് സോളാർ ആക്ടിവിറ്റിയിലും സോളാർ ഫ്ലെയറിലും സൺസ്പോട്ടുകളുടെ എണ്ണത്തിൻ്റെ വ്യത്യാസമാണ്. സോളാർ സൈക്കിളിന് 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന് സോളാർ മിനിമം, രണ്ടാമത്തത് സോളാർ മാക്സിമം. സോളാർ മിനിമത്തിൽ സോളാർ ആക്ടിവിറ്റി കുറവാണ്. സൂര്യനിലുണ്ടാകുന്ന സൺസ്പോട്ടുകളുടെ എണ്ണം കുറവാണ്. സൂര്യൻ്റെ കാന്തിക വലയം ഈ സമയം സ്റ്റേബിളാണ്, സ്ഥിരമാണ്. എന്നാൽ സോളാർ മാക്സിമത്തിൽ കാര്യങ്ങൾ ഇങ്ങനെയല്ല. അപ്പോൾ സൺസ്പോട്ടുകളുടെ എണ്ണം വർദ്ധിക്കുന്നു, സോളാർ ആക്ടിവിറ്റി കൂടുന്നു. സൂര്യൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഈ സമയം അത്ര സ്റ്റേബിൾ ആയിരിക്കില്ല. സോളാർ മാക്സിമത്തിൻ്റെ സമയത്ത് സൂര്യനിൽ ജിയോ മാഗ്നറ്റിക് സ്റ്റോം എന്ന സംഭവം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം വളരെയധികം വർദ്ധിക്കുന്നു. ഇത് ഭൂമിയിലെ സാറ്റലൈറ്റുകളുടെ ഓപ്പറേഷനെ കാര്യമായി ബാധിക്കുന്നുവെന്ന് വ്യക്തമായി തെളിഞ്ഞ കാര്യമാണ്. സാറ്റലൈറ്റ് ഓപ്പറേഷൻ മാത്രമല്ല, നമ്മുടെ പവർ ഗ്രിഡ്സ്, അതായത് വൈദ്യുതി വിതരണ സംവിധാനത്തെയും ഇത് ബാധിക്കുന്നുണ്ട്. ഇതവിടെയും നിൽക്കുന്നില്ല. ബഹിരാകാശത്തുള്ള സ്പേസ് ക്രാഫ്റ്റുകൾ, നമ്മുടെ നാവിഗേഷൻ സിസ്റ്റം, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഇതിനെയൊക്കെ സോളാർ ആക്ടിവിറ്റി ബാധിക്കുന്നു. ഇതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ പ്ലെയിൻ ക്രാഷുകളുടെ എണ്ണം കൂടുന്നതായി തെളിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ശാസ്ത്രം അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷേ 100 വർഷങ്ങൾക്ക് മുൻപ് അലക്സാണ്ടർ ചിഷേവസ്കി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിൽ കണ്ടുപിടിച്ചിരുന്നു. അദ്ദേഹം പറയുന്നു, ഭൂമിയിൽ മനുഷ്യൻ്റെ സ്വഭാവത്തെയും മനുഷ്യൻ്റെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ വരെ സോളാർ സൈക്കിൾ ബാധിക്കുന്നുവെന്ന്. അലക്സാണ്ടർ ചിഷേവസ്കി പറയുന്നത് സോളാർ മാക്സിമത്തിൻ്റെ സമയത്ത് ജിയോമാഗ്നറ്റിക് സ്റ്റോമുകളുടെയും സൺസ്പോട്ടുകളുടെയും എണ്ണം കൂടുമ്പോൾ അത് ഇലക്ട്രിസിറ്റിനെയും പ്ലെയിനുകളുടെയും മാത്രമല്ല ബാധിക്കുന്നത്. ഇതിനോടെല്ലാം ഒപ്പം
ഭൂമിയിൽ പകർച്ചവ്യാധികളുടെ എണ്ണം കൂടുന്നു. മനുഷ്യൻ്റെ മനസ്സിനെ ഇത് ബാധിക്കുന്നു, മനുഷ്യൻ്റെ പ്രവൃത്തികളെ ഇത് ബാധിക്കുന്നു, മനുഷ്യ സമൂഹത്തിൽ നടക്കുന്ന പല സംഭവങ്ങളെയും ഇത് ബാധിക്കുന്നു. അദ്ദേഹം ചെയ്തതെന്തെന്നാൽ 500 BCE മുതൽ 1922 CE വരെ, അതായത് ഏകദേശം 2400 വർഷങ്ങളുടെ ഡേറ്റ അദ്ദേഹം എടുത്തു. ആ വർഷങ്ങളിൽ നടന്നിട്ടുള്ള കലാപങ്ങൾ, വിപ്ലവങ്ങൾ, യുദ്ധങ്ങൾ, ഇവയെല്ലാം അദ്ദേഹം സോളാർ സൈക്കിളുമായി മാച്ച് ചെയ്യാൻ തുടങ്ങി. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അദ്ദേഹം കണ്ടെത്തിയത്. അദ്ദേഹം പറയുന്നത്, യുദ്ധങ്ങളും കലാപങ്ങളും വിപ്ലവങ്ങളും എന്തിന്, എപ്പോഴൊക്കെ ഒരു വലിയ സംഘം മനുഷ്യർ ഒന്നിച്ചു വന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ സോളാർ മാക്സിമം വന്ന സമയമായിരുന്നു അത്രേ. അലക്സാണ്ടർ ചിഷവസ്കിയുടെ സമയം റഷ്യയിൽ ജോസഫ് സ്റ്റാലിൻ്റെ സമയം കൂടിയാണ്. സ്റ്റാലിൻ്റെ മുന്നിൽ ചിഷവസ്കിയുടെ പല പഠനങ്ങളും എത്തി. പ്രത്യേകിച്ച് സൂര്യനും മനുഷ്യനും തമ്മിലുള്ള പഠനത്തെക്കുറിച്ചുള്ള കാര്യം സ്റ്റാലിൻ ശ്രദ്ധിച്ചു. സൂര്യനിൽ സോളാർ സൈക്കിളിൽ സോളാർ മാക്സിമം എന്ന അവസ്ഥയിലെത്തുമ്പോഴാണ് ഭൂമിയിൽ വിപ്ലവങ്ങളും യുദ്ധങ്ങളും ഉണ്ടാവുന്നതെന്ന് സ്റ്റാലിൻ ശ്രദ്ധിച്ചു. സ്റ്റാലിൻ അത് ഇഷ്ടമായില്ല. കാരണം മാർക്സിസ്റ്റ് ഫണ്ടമെൻ്റൽ ഐഡിയാസിനെ തന്നെ ഇത് ബാധിച്ചേക്കുമെന്ന് സ്റ്റാലിന് തോന്നി. അതുകൊണ്ട് സ്റ്റാലിൻ ചിഷവസ്കിയോട് ഈ പഠനം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. തർക്കിച്ച് ജയിക്കാൻ സാധ്യമായിരുന്നില്ല. കാരണം ചിഷവസ്കിയുടെ പഠനം അത്ര കൃത്യമായിരുന്നു, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഡേറ്റ അത്ര കൃത്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അലക്സാണ്ടർ ചിഷവസ്കി പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് ആർക്കും പറയാൻ സാധിക്കുന്നില്ല. നിർത്തിവെക്കുക എന്നുള്ളത് മാത്രമായിരുന്നു സ്റ്റാലിന് മുന്നിലുള്ള വഴി. പക്ഷേ അലക്സാണ്ടർ അതിന് തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് സ്റ്റാലിൻ ഇദ്ദേഹത്തെ ജയിലിലടച്ചു. ഇതിനെക്കുറിച്ച് പഠിക്കാൻ അനുവദിച്ചില്ല. വളരെ ബ്രില്യൻ്റായ ഒരു സയൻറ്റിസ്റ്റിൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം ജയിലിലാണ് ചെലവഴിക്കപ്പെട്ടത്. ഒരുപാട് വർഷങ്ങൾ അതുകൊണ്ട് നമുക്ക് നഷ്ടമായി. സ്റ്റാലിൻ്റെ മരണശേഷം മാത്രമാണ് അലക്സാണ്ടർ ചിഷവസ്കിക്ക് പുറത്തു വരാൻ സാധിച്ചത്. പുറത്തു വന്നതിന് ശേഷം അദ്ദേഹവും ഒരുപാട് നാൾ ജീവിച്ചിരുന്നില്ല. ഈ കാലത്തിൽ സോളാർ സൈക്കിളിനെ കുറിച്ച് ചിഷവസ്കി എന്തുമാത്രം പഠിച്ചു എന്നതിനും വ്യക്തതയില്ല. ഇന്ന് ഈ വിഷയത്തിൽ എത്ര പേർ പഠിക്കുന്നുവെന്ന് അറിയില്ല. സ്റ്റാലിൻ കാരണം അത്ഭുതകരമായൊരു ശാസ്ത്രമാണ് പാതി വഴിയിൽ നിന്നുപോയത്. നോക്കൂ, സോളാർ സിസ്റ്റത്തിന് നടുക്കിരിക്കുന്ന വെറും ഒരു തീഗോളമല്ല സൂര്യൻ. ഒരു രീതിയിൽ പറഞ്ഞാൽ സൂര്യനും ജീവനുണ്ട്. ഭൂമിയിലുള്ള ഓരോ ജീവനെയും, ഭൂമിയിൽ നടക്കുന്ന ഓരോ സംഭവത്തെയും സൂര്യൻ്റെ പ്രവൃത്തികളും ബാധിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളായി ഭാരതീയർ പറയുന്ന കാര്യമാണിത്. ഈ പ്രപഞ്ചം കണക്റ്റഡാണ്. ദൂരെ ഒരു നക്ഷത്രം ജനിക്കുമ്പോൾ, ദൂരെ മറ്റൊരിടത്ത് ഒരു നക്ഷത്രം ഭരിക്കുമ്പോൾ അതൊക്കെ ഭൂമിയെ ബാധിക്കുന്നുണ്ട്, നമ്മൾ ഓരോരുത്തരെയും ബാധിക്കുന്നുണ്ട്. സോളാർ എക്ലിപ്സ് അഥവാ സൂര്യഗ്രഹണം എന്ന പ്രതിഭാസത്തെക്കുറിച്ച് നിങ്ങളെല്ലാവർക്കും അറിയാമായിരിക്കും. പറയുന്നത് സോളാർ എക്ലിപ്സ് സംഭവിക്കുമ്പോൾ വനങ്ങളിൽ കിളികൾ നിശബ്ദരാകുന്നു എന്നാണ്. അവർ പിന്നെ പാടുന്നില്ല. കിളികൾ മാത്രമല്ല, മറ്റെല്ലാ മൃഗങ്ങളും നിശബ്ദരാകുന്നു. ഏറ്റവും അത്ഭുതകരമായ കാര്യമെന്തെന്നാൽ കുരങ്ങന്മാർ മരങ്ങൾ ഉപേക്ഷിച്ച് താഴെ വന്ന് മിണ്ടാതിരിക്കുന്നു എന്നാണ്. നമുക്കറിയാം, കുരങ്ങൻ എന്നാൽ എപ്പോഴും ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ്. പക്ഷേ സോളാർ എക്ലിപ്സിൻ്റെ സമയത്ത് കുരങ്ങന്മാർ പോലും മിണ്ടാതിരിക്കുന്നു. ഭൂമിയിൽ സൂര്യന് വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ട് എന്നതിൻ്റെ തെളിവാണിത്. ഇപ്പോൾ നടക്കുന്ന സോളാർ സൈക്കിളിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. ഇപ്പോഴത്തെ സോളാർ സൈക്കിൾ തുടങ്ങിയത് 2019 ഡിസംബറിലാണ്. ഇപ്രാവശ്യത്തെ സോളാർ മാക്സിമം 2025 ജൂലൈയാണ്. സോളാർ സൈക്കിളിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിവുകളും കമൻസിലൂടെ ഷെയർ ചെയ്യുക.